ജുമഅയും അതുപോലെ തന്നെ ഈദും ഒരുമിച്ച് വന്നാൽ ജുമഅ നിർബന്ധമുണ്ടോ? ജുമഅയിൽ പങ്കെടുക്കൽ ആവശ്യമുണ്ടോ? അതോ ഈദിൻ്റെ ആ ഒരു നിസ്കാരം നിർവഹിക്കുന്നതോടുകൂടി ജുമഅയുടെ ബാധ്യത നമ്മിൽ നിന്ന് മാറിപ്പോകുമോ? ഇതാണ് പലരും ഉന്നയിക്കാറുള്ള ഒരു സംശയം. സഹോദരങ്ങളെ, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ ഉതകുന്ന വിധത്തിൽ പല റിപ്പോർട്ടുകളിലും നമുക്ക് ഇതേപോലെയുള്ള വിഷയം കാണുവാൻ സാധിക്കും. മഹാനായ സഹാബി മുആവിയ റളിയല്ലാഹു തആല അൻഹു സയ്യിദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു എന്ന മറ്റൊരു സഹാബിയോട് ഒരിക്കൽ ഇപ്രകാരം ചോദിക്കുകയുണ്ടായി: ഹൽ ശഹിദത മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈദൈനി ഇജ്തമഅ ഫീ യൗമിൻ വാഹിദിൻ. അതായത്, താങ്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ രണ്ട് ഈദ് ഒരുമിച്ച് വന്ന ദിവസം താങ്കൾ പങ്കെടുത്തിട്ടുണ്ടോ? ഉദ്ദേശിക്കപ്പെടുന്നത് വെള്ളിയാഴ്ചയും അതേപോലെ തന്നെ ഈദും ഒരുമിച്ച് വന്ന ദിവസം താങ്കൾ നബിയുടെ കൂടെ ഹാജരായിട്ടുണ്ടോ എന്നാണ് ചോദ്യം. സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മറുപടി: അതെ, ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു: എങ്കിൽ കൈഫ സനഅ, എപ്രകാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് പ്രവർത്തിച്ചത്? അപ്പോൾ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു മറുപടി പറയുകയാണ്: സ്വല്ലൽ ഈദ ثم رخص في الجمعة فقال من شاء أن يصلي فليصلي. പ്രമുഖരായ ധാരാളം മുഹദ്ദിസുകൾ ഉദ്ധരിച്ചിട്ടുള്ള ഒരു സഹീഹായ ഹദീസാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നത്തെ ദിവസം ഈദ് നമസ്കാരം നിർവഹിച്ചു. ثم رخص في الجمعة, പിന്നീട് അവിടുന്ന് ജുമഅ നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഇളവ് അനുവദിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: മൻ ശാഅ അൻ യുസല്ലിയ, ആരെങ്കിലും ജുമഅ നമസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫൽയുസല്ലി, അവൻ നമസ്കരിക്കട്ടെ എന്ന്. ഇതാണ് ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ട്. മറ്റൊരു റിപ്പോർട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു: ഇതേപോലെയുള്ള ഒരു ദിവസത്തിൽ ഖദ് ഇജ്തമഅ ഫീ യൗമികും ഹാദാ ഈദാനി, ഇതാ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് രണ്ട് ആഘോഷങ്ങൾ, രണ്ട് ഈദുകൾ ഒരുമിച്ച് വന്നിരിക്കുകയാണ്, അഥവാ ജുമഅയും പെരുന്നാളും. ഫമൻ ശാഅ അജ്സഅഹു മിനൽ ജുമഅ, ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ ജുമഅക്ക് പകരം അവന് ഇത് മതിയാകുന്നതാണ്. വ ഇന്നാ മുജമ്മിഊൻ, എന്നാൽ തീർച്ചയായും ഞങ്ങൾ ജുമഅ സംഘടിപ്പിക്കുന്നവരാണ്. ഞങ്ങളിവിടെ ജുമഅ സംഘടിപ്പിക്കുന്നവരുണ്ട്. എന്നാൽ സാധ്യതയില്ലാത്ത ആളുകൾക്ക്, വരാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അവർക്ക് വിരോധമില്ല, അവരുടെ ജുമഅ അവർക്ക് നിർബന്ധമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറ്റൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇനി അതേപോലെ തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ കൂടെ അബൂ ഉബൈദ് റഹ്മത്തുള്ളാഹി അലൈഹി രണ്ട് പെരുന്നാളുകൾക്ക് ഹാജരായ അവസരത്തിൽ, അഥവാ രണ്ട് പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ജുമഅയും ഈദും ഒരുമിച്ച് വന്ന ദിവസം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂടെ മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു പറയാണ്: ഞാൻ രണ്ട് ഈദുകൾക്ക് ഹാജരായിട്ടുണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ. വകാന ദാലിക യൗമൽ ജുമഅ, അത് ജുമഅ ദിവസമായിരുന്നു. അങ്ങനെ ഫസല്ല ഖബലൽ ഖുത്ബ, അദ്ദേഹം ഖുത്ബക്ക് മുമ്പ് നമസ്കാരം നിർവഹിച്ചു. പെരുന്നാളിന് അങ്ങനെയാണല്ലോ. സുമ്മ ഖതബ, എന്നിട്ട് അവിടുന്ന് ഖുത്ബ നിർവഹിച്ചു. ആ ഖുത്ബയിൽ അവിടുന്ന് ഇപ്രകാരം പറഞ്ഞു: യാ അയ്യുഹന്നാസ്, ഹേ ജനങ്ങളെ, ഇന്ന ഹാദാ യൗമുൻ, ഇതാ ഇന്നത്തെ ഈ ദിവസം, ഖദ് ഇജ്തമഅ ലക്കും ഫീഹി ഈദാനി, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് രണ്ട് പെരുന്നാളുകൾ അഥവാ ജുമഅയും ഈദും ഒരുമിച്ച് വന്നിരിക്കുകയാണ്. ആകയാൽ ഫമൻ അഹബ്ബ അൻ യന്തളിറൽ ജുമഅ, ആരെങ്കിലും ജുമഅ പ്രതീക്ഷിച്ചിവിടെ ഇരിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ
മിൻ അഹ്ലിൽ അവാലി, മദീനയുടെ അടുത്ത പ്രാന്ത പ്രദേശങ്ങളിലുള്ള ആളുകളൊക്കെ ജുമാ ഉദ്ദേശിച്ച് ഇവിടെ ഇരിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫൽയന്തളിർ, അവൻ ജുമാ പ്രതീക്ഷിച്ചിരിക്കട്ടെ. ഇനി അതല്ല, വമൻ അഹബ്ബ, ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അൻ യർജിഅ, മടങ്ങിപ്പോകാനാണ് ഇഷ്ടപ്പെടുന്നത്, ജുമാക്കിരിക്കുന്നില്ല എങ്കിൽ ഫഖദ് അദിൻതു ലഹു, തീർച്ചയായും ഞാൻ അവന് അനുവാദം നൽകിയിരിക്കുന്നു എന്ന്. ഈ ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതുമാണ്. ഈ കേട്ട ഹദീസുകളുടെയൊക്കെ വെളിച്ചത്തിൽ ഈ വിഷയത്തിൽ സൗദി അറേബ്യയിലെ പ്രസിദ്ധരായ ഫത്വ ബോർഡ് ലജ്നത്തുദ്ദായിമ അവരോട് ഈ വിഷയത്തിൽ ചോദിക്കപ്പെട്ടപ്പോൾ ഇത്തരത്തിലുള്ള പല തെളിവുകളുടെയും പിൻബലങ്ങളുടെയും അസറുകളുടെയും ഹദീസുകളുടെയും ഒക്കെ കാര്യങ്ങൾ വിശദീകരിച്ചതിന്റെ ശേഷം അവർ ഇപ്രകാരമാണ് ചുരുക്കത്തിൽ ചില കാര്യങ്ങൾ പോയിന്റായി പ്രത്യേകം എടുത്തു പറഞ്ഞത്. നമ്മൾ അത് മനസ്സിലാക്കുക. ഒന്നാമതായി, പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് ജുമഅയിൽ പങ്കെടുക്കൽ നിർബന്ധമില്ല. പ്രത്യേകിച്ചും ദൂരദേശത്തു നിന്നുള്ള ആളുകളൊക്കെ ആണെങ്കിൽ, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ ആ വീക്ഷണക്കാരനാണ്. ദൂരദേശത്തു നിന്നുള്ള ആളുകൾക്കാണ് അങ്ങനെ അവർക്ക് അളവുള്ളത്, അവർക്കൊന്നും വരേണ്ടതില്ല, ഏതിലെങ്കിലും ഈ പെരുന്നാളിൽ മാത്രം പങ്കെടുത്താൽ മതി എന്ന വീക്ഷണമാണ് മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിക്കുള്ളത്. എന്നാൽ രണ്ടിലും പങ്കെടുക്കലാണ് കൂടുതൽ പുണ്യകരം, ഉത്തമം എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരാൾ പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചു, ഇനിയിപ്പോൾ അയാൾക്ക് ജുമാക്ക് വരണമെങ്കിൽ കുറേ ദൂരെയാണ്, അല്ലെങ്കിൽ അയാൾ ജുമാക്ക് വരാൻ എന്തെങ്കിലുമൊക്കെ അയാൾക്ക് കുറച്ചൊക്കെ പ്രയാസങ്ങളുണ്ട് എങ്കിൽ മറ്റ് ദിവസങ്ങളെ പോലെയല്ല ജുമഅ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, പെരുന്നാളിന്റെ നിസ്കാരത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജുമഅ സാധാരണ വെള്ളിയാഴ്ചകളിലെ പോലെ അയാൾക്ക് നിർബന്ധമില്ല. എന്നാൽ അതിന്റെ അർത്ഥം അയാൾ ഇങ്ങനെ മടിപിടിച്ച് വീട്ടിലിരിക്കണമെന്നാണോ? അല്ല. അയാളുടെ അടുത്ത് പള്ളികളുണ്ട്, സൗകര്യം ഉണ്ടെങ്കിൽ അയാൾ ജുമഅക്കും പോകൽ തന്നെയാണ് ഉത്തമം. ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. മുഴത്തിന് പള്ളികൾ, ഓരോരുത്തരുടെയും താമസ സൗകര്യങ്ങൾക്ക് അടുത്ത് തന്നെ പള്ളികളുണ്ട്, ജുമഅ അവിടെ നടക്കുന്നുണ്ട്. അത്തരം ഘട്ടങ്ങളിൽ ആ ജുമഅയിൽ കൂടി പങ്കെടുക്കലാണ്, രണ്ടും നിർവഹിക്കലാണ് പുണ്യകരം. ഈ കാര്യമാണ് ഒന്നാമതായി അവർ എടുത്തു പറഞ്ഞത്. രണ്ടാമതായി എടുത്തു പറഞ്ഞത്, ഇത് പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തവർക്ക് മാത്രമാണ് ഈ ഇളവ്. ആരെങ്കിലും വ്യക്തികൾ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജുമഅ നിർബന്ധം തന്നെയാണ്. അപ്പൊ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു ജുമഅയുടെ കാര്യത്തിൽ ഇളവ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി അതോടൊപ്പം തന്നെ നേരത്തെ കേട്ട ഹദീസിൽ നമ്മൾ മനസ്സിലാക്കിയല്ലോ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞില്ലേ, ഇന്നാ മുജമ്മിഊൻ വ ഇന്നാ മുജമ്മിഊൻ, തീർച്ചയായും ഞങ്ങൾ ഇവിടെ ജുമഅ നിർവഹിക്കുന്നതാണ്, സംഘടിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണ്? ഇമാമിന് ജുമഅ നിർബന്ധം തന്നെയാണ്. സാധാരണ ജുമഅ സംഘടിപ്പിക്കുന്ന ഇമാമിനെ സംബന്ധിച്ചിടത്തോളം ആ ഇമാമിന് ജുമഅയും നിർബന്ധം തന്നെയാണ്. അദ്ദേഹം പെരുന്നാൾ നമസ്കാരത്തിനും നിന്ന ഇമാമ് തന്നെയാണ്, പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ജുമഅയും നിർബന്ധമാണ്. എന്താ കാരണം? പെരുന്നാളിന്റെ ആ നമസ്കാരത്തിൽ പങ്കെടുക്കാത്ത ആളുകൾക്കും അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠകരമാണല്ലോ രണ്ടിലും പങ്കെടുക്കൽ എന്ന നിലക്ക് വരാൻ ഉദ്ദേശിക്കുന്നവർക്കും വേണ്ടി ജുമഅ അവിടെ സാധാരണ പോലെ തന്നെ സംഘടിപ്പിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് ജുമഅ പള്ളികളിൽ മുടങ്ങാൻ പാടില്ല, ജുമഅ നടക്കണം എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യമായി എടുത്തു പറഞ്ഞത്. നാലാമതായി നമ്മൾ അതിൽ നിന്ന് പ്രത്യേകം എടുത്ത് മനസ്സിലാക്കേണ്ടതായി അവർ പ്രത്യേകം എടുത്തു പറഞ്ഞ കാര്യം എന്താണ്? ഇതുകൊണ്ട് ളുഹ്ർ ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. ളുഹ്ർ അതുകൊണ്ട് നിർബന്ധ ബാധ്യത ഇല്ലാതാകുന്നില്ല. ചിലരൊക്കെ അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പെരുന്നാൾ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്ന് അയാൾക്ക് പിന്നെ ജുമഅയും വേണ്ട, പകരം ളുഹ്റും നിസ്കരിക്കേണ്ടതില്ല എന്ന ഒറ്റപ്പെട്ട ചില വീക്ഷണക്കാരുണ്ട്. അത് ശരിയല്ല. മറിച്ച് ആ ജുമഅയിൽ ഒരാൾ വരാൻ ഉദ്ദേശിക്കുന്നില്ല, ജുമഅക്ക് ഒരാൾ പങ്കെടുക്കുന്നില്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? അയാൾ ളുഹ്ർ 4 റക്അത്ത് നിസ്കരിക്കൽ അയാൾക്ക് നിർബന്ധം തന്നെയാണ്. അപ്പൊ ളുഹ്ർ ഏതായാലും ഒഴിവാകുന്നില്ല. ഇത്തരം കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ ഈ മേൽ പറഞ്ഞിട്ടുള്ള തെളിവുകളും രേഖകളുമൊക്കെ എടുത്തുദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പ്രസ്താവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, സ്വാഭാവികമായും എപ്പോഴും ഉണ്ടാകാറുള്ള ഒരു സംശയം പോലെ
ഈ പ്രാവശ്യവും 29-ന് ശവ്വാൽ പിറ ദൃശ്യമാവുകയാണെങ്കിൽ വെള്ളിയാഴ്ച ആയിരിക്കും പെരുന്നാൾ വരിക. അപ്പൊ സംശയമുണ്ടാകും, രണ്ടും കൂടെ വന്ന ഏതെങ്കിലും ഒന്നുപോലെ, പിന്നെ ളുഹർ വേണോ ഈ ജുമാ വേണോ എന്നൊക്കെയുള്ള ചർച്ചകൾ വരും എന്നു പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു കാര്യം ഓർമ്മപ്പെടുത്തിയത്.